അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആക്രമണ ഭീഷണിക്ക് ഇറാന്റെ മറുപടി. ഏത് ആക്രമണത്തെയും നേരിടാൻ സജ്ജമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ഇറാനെ ലക്ഷ്യമിട്ട് നീങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും ആശങ്ക പടർത്തുന്നു. നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. തന്നെയുമല്ല, ട്രംപിന്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുവാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ട്. അവരുടെ നിലപാട് വളരെ നിർണായകമായിരിക്കും. ഇന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എല്ലാ കക്ഷികൾക്കും സ്വീകാര്യമായ ഒരു ആണവായുധ വിരുദ്ധ കരാറിൽ ഒപ്പിടാൻ ഇറാൻ ഉടൻ തയ്യാറാകണമെന്നാണ്. സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊരു താക്കീതൊക്കെ ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ജൂണിൽ ഇറാന് നേരെ B-2 ബോംബർ വെച്ചൊരു വ്യോമാക്രമണം നടത്തിയിരുന്നു. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ട്രംപ് പറയുന്നത് ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ അത് അതിഭീകരമായിരിക്കുമെന്നാണ് പറയുന്നത്. SK നേരത്തെ പറഞ്ഞതുപോലെ ഇറാന്റെ മറുപടി വന്നിട്ടുണ്ട്. അമേരിക്കൻ ഭീഷണിക്ക് ഒരിക്കലും വഴങ്ങില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും അതുപോലെ ഈ രണ്ട് രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്ന മറ്റു രാജ്യങ്ങൾക്കെതിരെയും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. അത് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലെ ഒരു സൈനിക നീക്കം ഉണ്ടായാൽ അമേരിക്കയും അതുപോലെ അവരെ പിന്തുണയ്ക്കുന്നവരെയും ഇറാൻ ലക്ഷ്യമിടുന്ന ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ ഉപദേശകൻ അലി ഷംഖാനിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണം വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതൊരു പ്രകോപനത്തിനും ശക്തമായ മറുപടി ഇറാന്റെ സായുധ സേന നൽകും. അതായത് തോക്കിന്റെ ട്രിഗറിൽ വിരൽ വെച്ചുകൊണ്ട് ആ സൈന്യം സജ്ജമാണെന്നാണ് അബ്ബാസ് പറയുന്നത്. പക്ഷെ അബ്ബാസ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ന്യായമായ ഒരു ആണവ കരാറിനെ ഇറാൻ എപ്പോഴും സ്വാഗതം ചെയ്യുന്നു. സമാധാനപരമായ ആണവ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഇറാന്റെ അവകാശം അത് മറ്റു രാജ്യങ്ങൾ ഉറപ്പാക്കണം. പകരം ആണവായുധങ്ങൾ ഇല്ലെന്നുള്ള ഒരു ഉറപ്പ് ഇറാൻ നൽകുമെന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. SK നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലിൽ ഒന്നായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു കപ്പൽപ്പട ഇറാനെതിരെ ആക്രമിക്കുവാൻ കയ്യെത്തും ദൂരത്ത് നിലയുറപ്പിച്ചു കഴിഞ്ഞതായിട്ടാണ് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം.